തമൂദുകൾക്ക് ശേഷം ഈ പ്രദേശത്ത് ദീദാനികൾ, ലഹ്യാനികൾ, നെബുത്തികൾ തുടങ്ങിയ ജനതകളും ജീവിച്ചിട്ടുണ്ട്. ഇവരുടെയെല്ലാം ചരിത്രശേഷിപ്പുകൾ ഈ പ്രദേശത്തുണ്ട്. ഇപ്പോൾ ഇവിടെ കാണുന്ന പല ശേഷിപ്പുകളും നെബ്തികളുടേതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടെ കാണുന്നവയിലധികവും ശവകുടീരങ്ങളാണ്. ചില ഭവനങ്ങളും ആരാധനാലയങ്ങളും വിശ്രമകേന്ദ്രങ്ങളും കൂടി കാണാം. ഇവയിൽ ഏകദേശം 32 എണ്ണത്തിന്റെ ചരിത്രം മാത്രമേ ഇതിനകം കണ്ടെത്തുവാനായിട്ടുള്ളൂ. തമൂദുകൾ മുതൽ നെബുത്തികൾ വരെയുള്ളവരുടെ ചരിത്രങ്ങൾ ഇവിടെയുള്ള ശേഷിപ്പുകളിലുണ്ട് എന്നത് അവിതർക്കിതമായ കാര്യമാണ്. BC 9-ാം നൂറ്റാണ്ടിലായിരുന്നു ലഹ്യാനികൾ ഈ പ്രദേശത്ത് ആധിപത്യമുറപ്പിച്ചത്. അപ്പോൾ ഭരണം നടത്തിയിരുന്ന ദീദാനികളെ പരാജയപ്പെടുത്തിയായിരുന്നു ഈ അധിനിവേശം. ലഹ്യാനികൾ അൽ ഹിജറിൽ വളരെ ശാസ്ത്രീയവും നാഗരികവുമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചു. അതിന്റെ വ്യക്തമായ സൂചനകൾ ഇവിടെയുള്ള ചരിത്രാവശിഷ്ടങ്ങളിലുണ്ട്. BC 2-ാം നൂറ്റാണ്ട് വരെയെങ്കിലും ലഹ്യാനികൾ ഭരിച്ചിട്ടുണ്ടാവണം. അതിനുശേഷമായിരുന്നു നെബുത്തികളുടെ രംഗപ്രവേശനം. ബനു ലഹ്യാനികളെ തുരത്തി അവർ സ്ഥാപിച്ചത് നിലവിലുള്ളതിനേക്കാൾ നല്ല ഒരു ഭരണമായിരുന്നു. മദായിൻ സാലിഹിലെ ചരിത്ര പ്രദേശത്തുള്ള ചരിത്ര സൂചനകളിൽ ഏറ്റവും അധികം വ്യക്തതയുള്ളതും ഇവരുടെ ചരിത്രത്തിനു തന്നെ. ആധുനിക ചരിത്രകാരന്മാരിൽ പലരും ശിലാലിഖിതങ്ങളിൽ നിന്നും ഇത്തരങ്ങൾ വായിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്. നെബുത്തികളുടെ ഭാഷ പുരാതന അരാമിക് ഭാഷയാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഈ ഭാഷയ്ക്ക് അറബി ഭാഷയുമായി വലിയ സാമ്യങ്ങളുണ്ട്. അവരുടേതായി കണ്ടെത്തപ്പെട്ടിട്ടുള്ള ചരിത്രശേഷിപ്പുകൾ സാക്ഷ്യപ്പെടുത്തുന്നത് അവർ കലാപരമായ കാര്യങ്ങളിലും നഗരാവിഷ്കാര ശൈലികളിലുമെല്ലാം വളരെയേറെ മുൻപന്തിയിലായിരുന്നു എന്നാണ്. മനോഹരങ്ങളായ കൊത്തുപണികളും ശാസ്ത്രീയമായ സംവിധാനവും ഇത്തരം മേഖലകളിൽ പ്രകടമാണ്. നെബുത്തികളുടെ ആധിപത്യ ഭൂമി സിറിയയിലെ സിലായ് എന്ന് വിളിക്കപ്പെടുന്ന പെട്ര നഗരം വരെ നീണ്ടുകിടന്നിരുന്നു എന്നാണ്. 2 തലസ്ഥാനങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒന്ന് സിലായിലെ ഭരണ തലസ്ഥാനവും രണ്ടാമത്തേത് അൽ ഹിജറിലെ വാണിജ്യ തലസ്ഥാനവും. അൽ ഹിജർ അറേബ്യയിലേക്കുള്ള പ്രവേശന കവാടമായിരുന്നതിനാൽ അവിടെ ഒരു വാണിജ്യ സംസ്കാരം സ്ഥാപിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. വ്യാപാരികളിൽ നിന്ന് ഈടാക്കിയിരുന്ന നികുതികൾ ഭരണകൂടത്തിന് വല്ലാത്ത ഒരു സഹായമായിരുന്നു. നികുതികൾ വാങ്ങുന്നതിന് പകരമായി എല്ലാവിധ സൗകര്യങ്ങളും സംരക്ഷണങ്ങളും നെബുത്തികൾ വ്യാപാരികൾക്ക് ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. ക്രമേണ അൽ ഹിജർ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറി. ഇത് അന്നത്തെ സാമ്രാജ്യ ശക്തിയായിരുന്ന റോമിനെ അസ്വസ്ഥമാക്കി. ഈ തന്ത്രപ്രധാനവും ഫലഭൂയിഷ്ഠവുമായ ഭൂമി സ്വന്തമാക്കുവാൻ അവർ ശ്രമം തുടങ്ങി. അതനുസരിച്ച് അറേബ്യയിലേക്കുള്ള വഴി ചെങ്കടൽ വഴി അവർ തിരിച്ചുവിട്ടതോടെ അൽ ഹിജറിന് വാണിജ്യപരമായ പ്രാധാന്യം നഷ്ടമായി. ക്രമേണ അറേബ്യയുടെ പല ഭാഗങ്ങളും അവർ യുദ്ധം ചെയ്ത് പിടിച്ചടക്കിയവയുടെ കൂട്ടത്തിൽ അൽ ഹിജറും പെട്ടു എന്നാണ് വസ്തുത. AD 2-ാം നൂറ്റാണ്ടിലായിരുന്നു ലഹ്യാനികൾക്കും നെബുത്തികൾക്കും ശേഷം ഈ പ്രദേശം റോമൻ ആധിപത്യത്തിന് കീഴിൽ വന്നത്. ഇവിടെ കാണുന്നവയിലധികവും ശവകുടീരങ്ങളാണ്. വിശാലമായ പ്രവേശന കവാടം, പഞ്ചകോണിലുള്ള ആകൃതി, വാതിൽക്കട്ടിലിനു മുകളിലുള്ള ചിത്ര എഴുത്തുകൾ, ഓരോന്നിന്റെയും ഘടനകൾ തുടങ്ങിയവ നെബുത്തികളുടെ കാലഘട്ടത്തിന്റെ വളർച്ച സൂചിപ്പിക്കുന്നവയാണ്. നെബുത്തികളുടേതെന്ന് തന്നെ അനുമാനിക്കപ്പെടുന്ന ഒരു കിണറും ഈ താഴ്വരയിലുണ്ട്. ചില കൽത്തുരങ്കങ്ങൾ വീടോ ആരാധനാലയമോ അതിഥി സൽക്കാര കേന്ദ്രങ്ങളോ ഒക്കെയായി ഉപയോഗിച്ചിരുന്നതായി ഊഹിക്കാം. ചരിത്ര പ്രദേശത്ത് കാണുന്ന ഖസർ അൽ ബിന്ത് എന്ന ശവകുടീരം ഏതോ രാജാവിന്റെ മകളുടേതാവാം. ഈ ശവകുടീരത്തിന്റെ വാതിലിനു മുകളിൽ 2 പാമ്പുകളുടെ ചിത്രം കൊത്തിവെച്ചിട്ടുണ്ട്. അടക്കപ്പെട്ട ആത്മാവിന്റെ കാവൽക്കാരാണ് ഈ പാമ്പുകൾ എന്നു കരുതാം. ശവകുടീരത്തിന് പാമ്പിൻ കോലങ്ങളെ കാവലേർപ്പെടുത്തുന്ന വിശ്വാസം പുരാതന ഗ്രീക്കുകാരുടേതാണ്.
അതിനാൽ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് ഗ്രീസിലെ വിശ്വാസങ്ങളുമായി ആശയതലത്തിൽ ബന്ധമുള്ള ഒരു ജനതയായിരുന്നു നബുത്തികൾ എന്നു തന്നെയാണ്. പ്രാചീന സംസ്കാരത്തിന്റെ പിതാക്കൾ എന്നാണ് ഗ്രീക്ക് ജനതയെ ഗണിക്കപ്പെടുന്നത്. ആധുനിക അറേബ്യൻ ചരിത്രത്തിലെ ഒരു പ്രധാന ഏടാണല്ലോ ഹിജാസ് റെയിൽവേ. ആ റെയിൽവേയുടെ അൽ ഉല സ്റ്റേഷൻ മദായിൻ സാലിഹിലെ ചരിത്ര പ്രദേശത്തിനടുത്താണ്. അതിനാൽ ഈ യാത്രയിൽ അതുകൂടെ കാണുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ അതിപുരാതന റെയിൽവേയുടെ കാര്യാലയങ്ങളും തീവണ്ടി എഞ്ചിനും ബോഗികളും മറ്റുമെല്ലാം നന്നായി കാണുവാനും മനസ്സിലാക്കുവാനും ഇത്ര വലിയ സൗകര്യം ഈ യാത്രയിൽ വേറെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഉസ്മാനിയ ഖിലാഫത്തിന്റെ രാഷ്ട്രീയവും മതപരവും സാംസ്കാരികവുമായ നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹിജാസ് റെയിൽവേ. ഡമാസ്കസിൽ നിന്നും മദീന വരെ നീണ്ടുകിടക്കുന്ന ഈ അതിപുരാതന റെയിൽവേ ലൈൻ ആസൂത്രണം ചെയ്ത് ആവിഷ്കരിച്ചത് ഓട്ടോമൻ ഖലീഫയായിരുന്ന സുൽത്താൻ അബ്ദുൽ ഹമീദ് രണ്ടാമനാണ്. പ്രധാനമായും ഷാം നാടുകളിൽ നിന്നും അതുവഴിയും വിശുദ്ധ മക്കയിലേക്കും മദീനയിലേക്കും തീർത്ഥാടനത്തിന് വരുന്നവർക്ക് വേണ്ടി യാത്രാ സഹായവും സൗകര്യവും ഒരുക്കുവാനാണ് ഈ റെയിൽവേ ലൈൻ സ്ഥാപിച്ചത്. ഈ ലൈൻ വന്നതോടെ ദീർഘമായ മരുഭൂമി യാത്രയുടെയും വഴിയിലുണ്ടാവുന്ന കവർച്ച തുടങ്ങിയ പ്രയാസങ്ങളുടെയും ഭീതി വിട്ടൊഴിഞ്ഞു. ജനങ്ങൾക്ക് ചുരുങ്ങിയ ചിലവിൽ സുരക്ഷിതമായി വിശുദ്ധ ഭൂമികളിൽ വന്നു പോകുവാനുള്ള സൗകര്യമുണ്ടായി. ഈ സൗകര്യം ഏകദേശം ഒരു പതിറ്റാണ്ട് കാലത്തോളം നിലനിന്നു. മാത്രമല്ല, അറബ് നാടുകളെ പരസ്പരം ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു കണ്ണിയുമായി ഈ റെയിൽവേ ലൈൻ മാറി. അക്കാലത്ത് ഷാം നാടുകളിൽ നിന്നും ഹജ്ജിന് വന്നെത്തുവാൻ ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസമെങ്കിലും യാത്ര ചെയ്യേണ്ടതുണ്ടായിരുന്നു. ഈജിപ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാവട്ടെ 40 അതിലധികവും ദിവസങ്ങൾ വേണ്ടിയിരുന്നു മദീനയിലെത്തുവാൻ. ദീർഘമായ യാത്രയുടെ ക്ലേശങ്ങൾ ഓർത്ത് പലരും തീർത്ഥാടന മോഹം തന്നെ ഉപേക്ഷിക്കുക പോലും പതിവായിരുന്നു. ഹാജിമാരുടെ ഈ യാത്രാ പ്രശ്നം പരിഹരിക്കുക എന്നതിലപ്പുറം ചില ലക്ഷ്യങ്ങൾ കൂടി ഹിജാസ് റെയിൽവേക്കുണ്ടായിരുന്നു. അത് ക്രമേണ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഉസ്മാനിയ ഖിലാഫത്തിന് നേരെ ഉയർന്നുവരുന്ന യൂറോപ്യൻ താൽപര്യങ്ങളെ നേരിടുവാൻ ഒരു വിശാല ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏകതയുണ്ടാക്കുക എന്നതായിരുന്നു. ഉസ്മാനിയ ഖിലാഫത്ത് ഭരണാധികാരികളുടെ കഴിവുകേടുകൾ കൊണ്ടും പ്രവിശ്യകളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടും വല്ലാത്ത ഒരു ഭീഷണിയുടെ മുമ്പിൽ നിൽക്കുന്ന സമയവുമായിരുന്നു. യൂറോപ്പാകട്ടെ ലോകമാസകലം വെട്ടിപ്പിടിക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. ഡമാസ്കസിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽവേ ലൈനിന്റെ മൊത്തം നീളം 1320 കിലോമീറ്റർ ആയിരുന്നു. ഹിജ്റ 1318 അഥവാ AD 1900 ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. പക്ഷേ പദ്ധതി ഇടക്ക് സാമ്പത്തിക പരാധീനതകളിൽപ്പെട്ട് നിലച്ചുപോയി. ഇതോടെ ലോക മുസ്ലിങ്ങൾ പദ്ധതിയെ സഹായിക്കുവാൻ തയ്യാറായി. മുസ്ലിം ധനാഢ്യന്മാർ സഹായഹസ്തം നീട്ടി. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ വേതനത്തിന്റെ 10% ഈ പദ്ധതിയിലേക്ക് നീക്കിവെച്ചു. ഉദ്ഹിയത്തിന്റെ തോൽ വരെയുള്ള സംഭാവനകൾ ഇതിലേക്ക് മുതൽക്കൂട്ടി. ഇന്ത്യയിൽ നിന്നും ഈ പദ്ധതിക്ക് വലിയ സഹായം ലഭിച്ചുവെന്നും ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ വിറളി പിടിപ്പിച്ചുവെന്നും ആധുനിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ വരെ പരാമർശമുണ്ട്. പദ്ധതിയുടെ അടങ്കൽ തുകയായിരുന്ന ഏകദേശം 4 മില്യൺ ഉസ്മാനി ലിറയുടെ 1/3 ഇങ്ങനെ സഹായമായി ലഭിച്ചു എന്നാണ് കണക്ക്. 6000 സൈനികരെ ഈ ജോലികൾക്കായി പുനർവിന്യസിക്കുകയുണ്ടായി. ഇത്തരത്തിൽ ഏറെ കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചത്. ഹിജ്റ 1326 റജബ് മാസം 22-ാം തീയതി ഹാജിമാരെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ തീവണ്ടി മദീന സ്റ്റേഷനിലെത്തി ചൂളം വിളിച്ചു നിന്നപ്പോൾ അത് ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാവുകയായിരുന്നു. റെയിൽവേ ലൈൻ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ തീവണ്ടിയിൽ ഡമാസ്കസിൽ നിന്നും മദീനയിലെത്തുവാൻ കേവലം 5 ദിവസമാണ് യാത്രയ്ക്ക് വേണ്ടിയിരുന്നത്. ആകെ 73 മണിക്കൂറിന്റെ യാത്രയാണുണ്ടായിരുന്നത്. അക്കാലത്തെ ടെക്നോളജിയുടെ കുറവ് കാരണം
ഈ 72 മണിക്കൂർ ഓടിയെത്തുവാൻ 5 ദിവസമെങ്കിലും വേണ്ടി വന്നിരുന്നു. ഈ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമായതോടെ മുസ്ലിങ്ങൾ അവരുടെ പുണ്യഭൂമിയിൽ കേന്ദ്രീകരിക്കുകയാണോ എന്ന് തോന്നിയതിനാലാവാം ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഹിജാസ് റെയിൽവേയും വന്നു വീണു. മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും രഹസ്യമായി ഉന്നം വെക്കുകയായിരുന്ന യൂറോപ്യർ അവരുടെ ചില ഏജന്റുകളെ ഉപയോഗപ്പെടുത്തി ഈ ലൈൻ ഒന്നാം ലോക മഹായുദ്ധത്തിനിടെ തകർക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ചാരനായിരുന്ന ഷരീഫ് ഹുസൈന്റെ നേതൃത്വത്തിൽ ഹിജാസിനെ തങ്ങളുടെ വറുതിയിൽ നിർത്തുവാൻ യൂറോപ്യൻ ശക്തികൾക്ക് കഴിഞ്ഞു. ഹിജാസ് അവരുടെ കയ്യിലെത്തി. ബ്രിട്ടന്റെ ഏറ്റവും ശക്തനായ ചാരൻ ലോറൻസിന്റെ കുബുദ്ധി കൂടി ചേർന്നപ്പോൾ ഹിജാസ് റെയിൽവേയുടെ പാളങ്ങളിൽ ചൂളം വിളി നിലച്ചു. അങ്ങനെ ഉസ്മാനിയ ഖിലാഫത്തിന്റെ തിരോധാനത്തോടെ ഉണ്ടായ നഷ്ടങ്ങളുടെ നീണ്ട പട്ടികയിൽ ഹിജാസ് റെയിൽവേയും സ്ഥാനം പിടിച്ചു. അൽ ഉലായിലും മദീനയിലുമെല്ലാം മണലിൽ പൂണ്ടുകിടക്കുന്ന ഹിജാസ് റെയിൽവേയുടെ ശേഷിപ്പുകൾ ഏതൊരു മുസ്ലിമിനും അങ്ങനെ നൊമ്പരമാവുകയാണ്. ഒരു ചരിത്രപരമായ വികാരം എന്ന അർത്ഥത്തിൽ ഈ റെയിൽവേയുടെ അൽ ഉലായിലെ സ്റ്റേഷനും ഒരു തീവണ്ടി എഞ്ചിനും മറ്റും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവ കാണുമ്പോൾ നാം പുഷ്കലമായ ഒരു ചരിത്രത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് തോന്നും. മദായിൻ സാലിഹിൽ തമൂദുകൾക്കെതിരെ അള്ളാഹുവിന്റെ ശിക്ഷയിറങ്ങിയത് വിശുദ്ധ ഖുർആൻ പറയുന്ന ചരിത്രമാണ്. അതിനാൽ ഇത്തരം ശിക്ഷയിറങ്ങിയ പ്രദേശങ്ങളിൽ കൂടുതൽ തങ്ങുന്നതോ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നതോ ഒന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഹിജ്റ 9 തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകും വഴി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതുവഴിയാണ് കടന്നുപോയത്. ഇവിടെ തങ്ങരുതെന്നും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കരുതെന്നും നബി തിരുമേനി സൈനിക സഹാബിമാരെ ഉദ്ബോധിപ്പിച്ചിരുന്നു. അള്ളാഹുവിന്റെ ശിക്ഷയിറങ്ങിയ പ്രദേശങ്ങളിൽ ഭയവിഹ്വലതയോടെ മാത്രമേ പോകാവൂ എന്ന സംസ്കാരമാണ് ഇസ്ലാമിന്റേത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തലയിൽ മുണ്ടിട്ടുകൊണ്ടാണത്രേ അന്ന് ഈ പ്രദേശം കടന്നത്. മദീനായിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ഒരു ഇസ്ലാമിക രാജ്യം നിലവിൽ വരുന്നതിനെ ഏറെ അസഹിഷ്ണുതയോടെ കണ്ടവരായിരുന്നു മദീനായിലെ ജൂതന്മാർ. അവർ ഇസ്ലാമിനും നബിക്കുമെതിരെ ഗൂഢമായി പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഹിജ്റ 5 നടന്ന അഹ്സാബ് യുദ്ധത്തോടെ ഇത് കൂടുതൽ പ്രകടമായി. ഹിജ്റ 6 വർഷം മദീനായിലെ ജൂതന്മാർക്കെതിരെ നബി തിരുമേനി കടുത്ത നീക്കങ്ങൾ നടത്തി. ഇതോടെ മദീനയിൽ നിന്നും പോകാൻ നിർബന്ധിതരായ ഇവർ ചെന്നുകൂടിയത് ഖൈബറിലായിരുന്നു. ഇതോടെ ഇസ്ലാമിനെതിരെയുള്ള ഏറ്റവും വലിയ ഗൂഢാലോചനകളുടെ കേന്ദ്രമായി ഖൈബർ മാറി. ഇത് മുസ്ലിം സമൂഹത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയുമായി മാറി. ഈ സാഹചര്യത്തിലായിരുന്നു ഖൈബറിലേക്കൊരു പടനീക്കം നടത്തുവാൻ നബി തിരുമേനി തീരുമാനിച്ചത്. ഹിജ്റ 7 വർഷം മുഹറം മാസത്തിലായിരുന്നു ഈ യുദ്ധത്തിനു വേണ്ടി നബിയും അനുയായികളും പുറപ്പെട്ടത്. ജൂതരുടെ ഈ ശക്തി കേന്ദ്രം പിടിച്ചെടുത്ത് വിജയിക്കുക അത്രയ്ക്ക് നിസ്സാരമായിരുന്നില്ല. വലിയ കോട്ടകളിലായിരുന്നു ഖൈബറിലെ ജൂതന്മാർ താമസിച്ചിരുന്നത്. ശക്തമായ ഈ കോട്ടകൾക്ക് മുസ്ലിം സൈന്യം കടുത്ത ഉപരോധം ഏർപ്പെടുത്തിയെങ്കിലും അതിനെയെല്ലാം കോട്ടകൾക്കുള്ളിലിരുന്നു തന്നെ നേരിടുവാൻ അവർക്ക് കഴിയുമായിരുന്നു. ഇത്തരം അനുഭവങ്ങൾ മുസ്ലിം സേനയുടെ വിജയം വൈകിക്കുക തന്നെ ചെയ്തു. അവസാനം സൈനിക നായകൻ അലി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്തിയപ്പോൾ ഭീരുക്കളായ ജൂതന്മാർ പുറത്തു ചാടുവാൻ നിർബന്ധിതരായി. അങ്ങനെ മുസ്ലിം സേന കോട്ടകൾ ഓരോന്നായി പിടിച്ചടക്കി. അറേബ്യയുടെ പരിശുദ്ധ മണ്ണിൽ നിന്നും അവരെ എന്നേക്കുമായി കെട്ടുകെട്ടിക്കുവാൻ ഖൈബർ യുദ്ധത്തോടെ സാധിച്ചു. അന്നു മുതൽ ഇന്നുവരെയും ഇസ്ലാമിന്റെ സ്വന്തം മണ്ണാണ് ഖൈബർ എന്ന ഈ താഴ്വര.